സോ പോപ്പുലേഷൻ ഇൻട്രാക്ഷനിൽ ആദ്യത്തെ ഇൻട്രാക്ഷൻ ആണ് പ്രിഡേഷൻ. സോ പ്രിഡേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നമുക്ക് പ്ലാന്റ്സ് നമുക്കറിയാം ഓട്ടോട്രോപ്സ് ആണ്. സോ സൺലൈറ്റിനെ ഫിക്സ് ചെയ്ത് നമുക്ക് ഒരു ഓർഗാനിക് ഫോമിലുള്ള ഫുഡായിട്ട് തരുന്നത് പ്ലാന്റ്സ് ആണ്. ആ ഓർഗാനിക് ഫോമിലുള്ള ഫുഡിലാണ് നമുക്ക് ആവശ്യമുള്ള ഫുഡിൽ എനർജി ഇരിക്കുന്നത്. സോ സൺലൈറ്റിനെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ പ്ലാന്റ്സിലൂടെയാണ് യൂസ് ചെയ്യുന്നത്. സോ സൺലൈറ്റിനെ മാക്സിമം അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നത് പ്ലാന്റ്സിനാണ്. സോ ഈ പ്ലാന്റ്സ് ഫിക്സ് ചെയ്യുന്ന സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ആ എനർജീനെ, പ്ലാന്റ്സ് ഫിക്സ് ചെയ്യുന്ന ഈ 10% എനർജീനെ എങ്ങനെയാണ് ഈ ഓട്ടോട്രോഫിക് ഓർഗാനിസത്തിൽ നിന്ന് മറ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് കിട്ടുന്നത്? ഈ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യാനായിട്ട് അനിമൽസ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഓൾ ദ എനർജി ഫിക്സഡ് ബൈ ഓട്ടോട്രോഫിക് ഓർഗാനിസം, ആ ഓട്ടോട്രോഫിക് ഓർഗാനിസം ഫിക്സ് ചെയ്ത എനർജി എങ്ങനെയാണ് മറ്റു ഓർഗാനിസത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു, വാട്ട് ഹാപ്പൻ ടു ദ ഓൾ ദ എനർജി ഫിക്സഡ് ബൈ ഓട്ടോട്രോഫിക് ഓർഗാനിസം? സോ പ്ലാന്റ്സ് ഫിക്സ് ചെയ്യുന്ന ഈ എനർജിക്ക് എന്ത് സംഭവിക്കുന്നു? ഈ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യാനായിട്ട് അനിമൽസ് ഇല്ലെങ്കിൽ പ്ലാന്റ്സിലുള്ള എനർജിക്ക് എന്ത് സംഭവിക്കുന്നു? സോ പ്രിഡേഷൻ എന്നാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. സോ പ്രിഡേഷനിലൂടെയാണ് ഈ പറഞ്ഞ ഒരു ട്രോഫിക് ലെവലുള്ള എനർജി മറ്റൊരു ഓർഗാനിസത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണത്. സോ പ്രിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ തന്നെ ഒരു വഴിയാണ്, നേച്ചേഴ്സ് വേ ആണ്. സോ പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ നേച്ചേഴ്സ് വേ ഓഫ് ട്രാൻസ്ഫറിങ് ടു ഹയർ ട്രോഫിക് ലെവൽസ് ദ എനർജി ഫിക്സഡ് ബൈ പ്ലാന്റ്സ്. സോ പ്ലാന്റ്സ് ഫിക്സ് ചെയ്യുന്ന ഈ എനർജി ഹയർ ട്രോഫിക് ലെവലിലേക്ക് പോകാനുള്ള പ്രകൃതിയുടെ തന്നെ ഒരു മാർഗമാണ് എന്ത്? പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ. സോ കൺട്യൂട്ട്, അതിൻ്റെ ഒരു ഇടനാഴി അല്ലെങ്കിൽ പാസേജ് എന്ന് പറയാം. സോ സൺലൈറ്റിൽ നിന്ന് സ്വീകരിക്കുന്ന ഈ എനർജി പ്ലാന്റ്സ് ഫിക്സ് ചെയ്ത് അതിൻ്റെ ബോഡിയിൽ, പ്ലാന്റ് ബോഡിയിലുണ്ടെങ്കിൽ ആ പ്ലാന്റ് ബോഡിയിലുള്ള എനർജീനെ മറ്റു ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രകൃതിയുടെ തന്നെ ഒരു മാർഗം എന്ന് നമുക്ക് പ്രിഡേഷനെ പറയാം. സോ നമ്മൾ പ്രിഡേഷനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം തന്നെ എപ്പോൾ ആലോചിച്ചാലും പ്രിഡേഷനെ കുറിച്ച് നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ എപ്പോഴും ഒരു ടൈഗർ ഡിയർ അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ മൈൻഡിൽ പ്രിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്നത്. സോ ടൈഗർ ഡിയറൊക്കെ, സോ ഡിയറിനെ ഈ ടൈഗർ പ്രിഡേറ്ററായിട്ട് ആക്ട് ചെയ്തിട്ട് അതിനെ കൺസ്യൂം ചെയ്യുന്നു. വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് മാത്രമല്ല പ്രിഡേറ്റർ എന്ന് പറയാം. സോ പ്രിഡേറ്റർ എന്ന് പറയുന്നതിന് വേറൊരു കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ സ്പാരോ ഈറ്റിംഗ് എനി സീഡ്, ഏതെങ്കിലും ഒരു സീഡിനെ ഭക്ഷിക്കുന്ന സ്പാരോ, ഒരു കുരുവിയാണെങ്കിൽ അതും സ്പാരോ എന്ത് തന്നെയാണ്, ഒരു പ്രിഡേറ്ററാണ്. സോ സീഡിനെ ഭക്ഷിക്കുന്ന ഒരു സ്പാരോവും ഒരു പ്രിഡേറ്ററിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് പറയാം. ഏത് തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നേച്ചേഴ്സ് വേ ഓഫ് ട്രാൻസ്ഫറിങ് ടു ഹയർ ട്രോഫിക് ലെവൽ ദ എനർജി ഫിക്സഡ് ബൈ പ്ലാന്റ്സ്. സോ പ്ലാന്റ്സ് ഫിക്സ് ചെയ്യുന്ന എനർജീനെ ഹയർ ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കോണ്ടെക്സ്റ്റിൽ ചിന്തിക്കുമ്പോൾ സ്പാരോ, സീഡിനെ ഈറ്റ് ചെയ്യുന്ന ഭക്ഷിക്കുന്ന സ്പാരോയും ഒരു പ്രിഡേറ്ററിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. അതുപോലെ തന്നെ എനിമൽസ്, പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യുന്ന എനിമൽസിനെ നമ്മൾ ഹെർബിവോർ എന്ന് പറയുന്നു. സോ എനിമൽസ് ഈറ്റിംഗ് പ്ലാന്റ്സ്, ഹെർബിവോറും എന്താണ്, ഒരു ബ്രോഡ് ഇക്കോളജിക്കൽ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പ്രിഡേറ്ററിൽ നിന്ന് വ്യത്യസ്തമല്ല. സോ സ്പാരോ ഈറ്റിംഗ് എനി സീഡും പ്രിഡേറ്ററാണ്. അതുപോലെ ഹെർബിവോർസ്, എനിമൽസ് ഈറ്റിംഗ് പ്ലാന്റ്സും ഒരു പ്രിഡേറ്റർ തന്നെയാണ്. ഒരു ഇക്കോളജിക്കൽ കോണ്ടെക്സ്റ്റ്, ഒരു ബ്രോഡ് ഇക്കോളജിക്കൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. സോ പ്രിഡേറ്ററിൻ്റെ റോൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു പ്രിഡേഷൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സിലൂടെയാണ് പ്ലാന്റ്സ് ഫിക്സ് ചെയ്തിരിക്കുന്ന എനർജീനെ ഹയർ ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ എന്താണ് ഈ പ്രിഡേറ്ററിൻ്റെ റോള്? പ്രിഡേറ്ററിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമ്മൾ പറഞ്ഞതാണ് ട്രാൻസ്ഫറിങ് ദ എനർജി ടു ഹയർ ട്രോഫിക് ലെവൽ. എന്നാൽ ഈ പ്രേ പോപ്പുലേഷൻ നോക്കുമ്പോൾ പ്രിഡേറ്റേഴ്സിനെ സംബന്ധിച്ച് അത് ഏതൊരു പ്രേ സ്പീഷീസും അതിൻ്റെ മാക്സിമം നമ്പർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഇക്കോളജിക്ക് ഒരു അൺസ്റ്റേബിൾ ആയിരിക്കും. സോ ഇക്കോളജിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതുവഴി? പ്രേ പോപ്പുലേഷൻ്റെ നമ്പർ കൂടിക്കഴിഞ്ഞാൽ, പ്രിഡേറ്ററിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഇക്കോളജിക്കൽ കോൺസെപ്റ്റിലാണെങ്കിലും പ്രേ പോപ്പുലേഷൻ മാക്സിമം ഹൈ പോപ്പുലേഷൻ ആയി കഴിഞ്ഞാൽ, പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇക്കോസിസ്റ്റത്തിനെ ഇൻസ്റ്റേബിൾ അല്ലെങ്കിൽ അത് അൺസ്റ്റേബിൾ ആക്കി, ഇൻസ്റ്റേബിൾ ആയിട്ട് മാറാൻ തുടങ്ങും. എന്ത്? നമ്മുടെ ഇക്കോസിസ്റ്റം.
സോ പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനും പ്രിഡേറ്ററിൻ്റെ റോളുണ്ട്. സോ പ്രിഡേറ്ററിൻ്റെ ആദ്യത്തെ റോളാണ് ട്രാൻസ്ഫർ എനർജി ടു വേരിയസ് ട്രോഫിക് ലെവൽ. പ്ലാന്റ്സ് ഫിക്സ് ചെയ്യുന്ന എനർജീനെ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രിഡേറ്ററാണ്. രണ്ടാമത്തെ റോളാണ് കീപ് പ്രേ പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ. സോ പ്രേ പോപ്പുലേഷൻ്റെ നമ്പർ ഒരു കൺട്രോളായിട്ട് ഇക്കോസിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവിടെ ആര് വേണം? പ്രിഡേറ്റർ വേണം. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു പ്രേ പോപ്പുലേഷൻ വെരി ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റിയിലായിട്ട് കഴിഞ്ഞാൽ ഇക്കോസിസ്റ്റം അത് ഇൻസ്റ്റേബിൾ ആവാൻ തുടങ്ങും. സോ അതിനുവേണ്ടി പ്രേ പോപ്പുലേഷൻ കൺട്രോൾ വരുത്തണമെങ്കിൽ പ്രിഡേറ്റർ വേണം. സോ പ്രിഡേറ്ററിൻ്റെ രണ്ടാമത്തെ റോളാണ് കീപ് പ്രേ പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില എക്സോട്ടിക് സ്പീഷീസുകൾ, സർട്ടൺ എക്സോട്ടിക് സ്പീഷീസുകൾ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ എ ജിയോഗ്രാഫിക്കൽ ഏരിയ. ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ നമ്മളൊരു എക്സോട്ടിക് എന്ന് തന്നെ പുറത്തുനിന്ന് വരുന്ന ഒരു സ്പീഷീസിനെ നമ്മൾ ഒരു ഫോറിൻ വെറൈറ്റീനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഈ എക്സോട്ടിക് സ്പീഷീസ് ഒരു പുതിയ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വളരെ ഇൻവേസീവായിട്ട് വളരെയധികം സ്പ്രെഡ് ചെയ്യാൻ ദേ ബിക്കം ഹൈലി ഇൻവേസീവ്, ഹൈലി സ്പ്രെഡ് ചെയ്ത് അത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ആ ഇൻവേഡഡിൽ ഏത് ലാൻഡിലാണോ നമ്മൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന് അതിൻ്റേതായുള്ള ഒരു നാച്ചുറൽ പ്രിഡേറ്റർ ഇല്ലാത്തത് കൊണ്ട്. സോ എക്സോട്ടിക് സ്പീഷീസ് ഒരു പുതിയ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വളരെയധികം സ്പീഡിൽ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. കാരണം അതിൻ്റെ നാച്ചുറൽ പ്രിഡേറ്റർ അവിടെ ഇല്ല. സോ ആ ഇൻവേഡഡ് ലാൻഡിൽ അതിന് ഒരു നാച്ചുറൽ പ്രിഡേറ്റർ ഇല്ലാത്തത് കൊണ്ട്. സോ അതൊരു എക്സാമ്പിളാണ് എങ്ങനെയാണ് ആ പ്രിഡേറ്റർ ആ പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നതെന്ന്. സോ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിളാണ് പ്രിക്ലി പെയർ കാക്ടസ്. സോ പ്രിക്ലി പെയർ കാക്ടസ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പനിച്ച പോലത്തെ. സോ പ്രിക്ലി പെയർ കാക്ടസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇൻ ടു ഓസ്ട്രേലിയ. സോ ഓസ്ട്രേലിയയിലെ നമ്മൾ പ്രിക്ലി പെയർ കാക്ടസിനെ നമ്മൾ ഒരു ഒപ്പനിച്ചയുടെ ഒരു വെറൈറ്റി അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഏർലി 1920s. സോ ഏർലി 1920s പ്രിക്ലി പെയർ കാക്ടസിനെ ഓസ്ട്രേലിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർ വളരെ സ്പീഡിൽ വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ദേ സ്പ്രെഡ് റാപ്പിഡ്ലി. എവിടെ? ഇൻ മില്യൺസ് ഓഫ് ഹെക്ടേഴ്സ് ഓഫ് റേഞ്ച് ലാൻഡ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അവിടെ ഒരു നാച്ചുറൽ പ്രിഡേറ്റർ ഇല്ലാത്തത് കൊണ്ട് ഈ പ്രിക്ലി പെയർ കാക്ടസ് എന്ത് ചെയ്തു? ഒരുപാട് നാശമുണ്ട്. അവർ അത്രയധികം ഇൻവേസീവായിട്ട് സ്പ്രെഡ് ചെയ്ത് മില്യൺസ് ഓഫ് ഹെക്ടർ ഓഫ് റേഞ്ച് ലാൻഡിൽ അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു വലിയൊരു ദുരന്തം പോലെ അവിടെ ഉണ്ടാവാൻ തുടങ്ങി. എന്ത്? ഈ പ്രിക്ലി പെയർ കാക്ടസ്. അതിനെ ആ റാപ്പിഡായിട്ടുള്ള ഇതിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പിന്നെ സാധിച്ചത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് കൺട്രോൾഡ് അണ്ടർ കൺട്രോൾ ആയിട്ട് ബൈ കാക്ടസ് ഫീഡിങ് പ്രിഡേറ്റർ. പിന്നെ അതിൻ്റെ ഒരു കൺട്രിയിൽ ആ നാച്ചുറൽ കൺട്രിയിൽ നിന്ന് ഈ കാക്ടസിനെ ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് എക്സോട്ടിക് സ്പീഷീസിനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ നമ്മുടെ ഓസ്ട്രേലിയയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രിക്ലി പെയർ കാക്ടസിനെ കൺട്രോൾ ചെയ്യാൻ പിന്നെ സാധിച്ചത് എങ്ങനെയാണ്? ഒരു കാക്ടസ് ഫീഡിങ് പ്രിഡേറ്ററായ ഒരു മൂത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ്. സോ അതിൻ്റെ നാച്ചുറൽ പ്രിഡേറ്ററിനെ കൊണ്ടുവന്നപ്പോഴാണ് ഈ പ്രിക്ലി പെയർ കാക്ടസ് ഒരു കൺട്രോളിലായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. സോ അതുവരെ ഈ പ്രിക്ലി പെയർ കാക്ടസ് വളരെയധികം ഇൻവേസീവായിട്ട് സ്പ്രെഡ് ചെയ്ത് അവിടെ വളരാൻ തുടങ്ങി ഓസ്ട്രേലിയയിൽ. അതിനുശേഷം ഈ മൂത്തിനെ കൊണ്ടുവന്നപ്പോൾ ഏതാ കാക്ടസിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന അത് നാച്ചുറൽ പ്രിഡേറ്റർ ആയിട്ടുള്ള ഒരു മൂത്തിനെ കൊണ്ടുവന്നപ്പോഴാണ് അതൊരു കൺട്രോളിൽ വന്നത്. പ്രിഡേഷനിലെ മൂന്നാമത്തെ പോയിന്റാണ് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ്. മൂന്നാമത്തെ പ്രിഡേറ്ററിൻ്റെ റോള് പറയുകയാണെങ്കിൽ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡുകളിലൊക്കെ അഡോപ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ പെസ്റ്റ് കൺട്രോൾ. അവിടെ എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രിഡേറ്റേഴ്സ്. സോ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് പ്രിഡേറ്ററുകളെയാണ്. സോ പ്രിഡേറ്ററിൻ്റെ റോളാണ് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് അഡോപ്റ്റഡ് ഇൻ അഗ്രികൾച്ചറൽ പെസ്റ്റ് കൺട്രോൾ. സോ അഗ്രികൾച്ചറിലൊക്കെ അവിടെ പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? പ്രിഡേറ്ററുകളെ. സോ പ്രിഡേറ്ററുകളെ തന്നെ നാച്ചുറൽ പ്രിഡേറ്ററുകളെയാണ് അഗ്രികൾച്ചറൽ പെസ്റ്റ് കൺട്രോളായിട്ട് യൂസ് ചെയ്യുന്നത്. അതൊരു ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡായിട്ടാണ് നമ്മളെ പ്രിഡേറ്ററുകളെ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രിഡേറ്റേഴ്സ്. കാരണം പ്രിഡേറ്റേഴ്സിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എബിലിറ്റിയാണ് ടു റെഗുലേറ്റ് ദ പ്രീ പോപ്പുലേഷൻസ്. സോ പ്രിഡേറ്റേഴ്സിൻ്റെ ആ എബിലിറ്റിയാണ് നമ്മളവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്.
പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള, അവരുടെ നമ്പർ റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് പ്രിഡേറ്റേഴ്സിന്. സോ പ്രിഡേറ്റേഴ്സിൻ്റെ എബിലിറ്റി ടു റെഗുലേറ്റ് പ്രേ പോപ്പുലേഷൻ, പ്രിഡേറ്റേഴ്സിൻ്റെ പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള, റെഗുലേറ്റ് ചെയ്യാനുള്ള ആ എബിലിറ്റീനെയാണ് അഗ്രികൾച്ചറൽ പെസ്റ്റ് കൺട്രോളായിട്ട്, ഒരു ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അവിടെ നമ്മുടെ പ്രിഡേറ്ററിന് റോളുണ്ട്. ഇനി പ്രിഡേറ്ററിൻ്റെ അടുത്ത റോളാണ് പ്രിഡേറ്റർ മെയിൻറ്റെയിൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇതേ പ്രിഡേറ്ററുകൾക്ക് തന്നെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ദ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രിഡേറ്ററുകൾ സഹായിക്കുന്നു. എങ്ങനെയാണെന്നെങ്കിൽ by reducing the intensity of competition among competing prey species. ഈ പ്രേ സ്പീഷീസുകൾ തമ്മിൽ കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ കോമ്പറ്റ് ചെയ്യുന്ന പ്രേ സ്പീഷീസിൻ്റെ അവരുടെ ഇൻറ്റൻസിറ്റി ഓഫ് കോമ്പറ്റീഷൻ കുറച്ചുകൊണ്ട്, സോ തമ്മിൽ കോമ്പറ്റ് ചെയ്യുന്ന പ്രേ സ്പീഷീസിൻ്റെ ആ കോമ്പറ്റീഷൻ്റെ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്തുകൊണ്ട് ആ സ്പീഷീസ് ഡൈവേഴ്സിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രിഡേറ്ററുകൾ സഹായിക്കുന്നു. സോ പ്രിഡേറ്റേഴ്സ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എങ്ങനെയാണ് എന്ന് വെച്ചാൽ പ്രിഡേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്? ദേ റെഡ്യൂസ് ഇൻറ്റൻസിറ്റി ഓഫ് കോമ്പറ്റീഷൻ എമംഗ് പ്രേ സ്പീഷീസ്. തമ്മിൽ കോമ്പറ്റ് ചെയ്യുന്ന പ്രേ സ്പീഷീസിൻ്റെ കോമ്പറ്റീഷൻ ഇൻറ്റൻസിറ്റി കുറച്ചുകൊണ്ട് സ്പീഷീസ് ഡൈവേഴ്സിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രിഡേറ്ററുകൾ സഹായിക്കുന്നു. എക്സാമ്പിൾ പറയാം. റോക്കി ഇന്റർടൈഡൽ കമ്മ്യൂണിറ്റീസ് ഓഫ് അമേരിക്കൻ പസഫിക് കോസ്റ്റ്. അമേരിക്കൻ പസഫിക് തീരങ്ങളിലുള്ള റോക്കി ഇന്റർടൈഡൽ കമ്മ്യൂണിറ്റിയിൽ അവിടെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിഡേറ്ററാണ് സ്റ്റാർ ഫിഷ്. സോ നമ്മുടെ അമേരിക്കൻ പസഫിക് തീരങ്ങളിൽ കാണുന്ന, അവിടുത്തെ റോക്കി ഇന്റർടൈഡൽ കമ്മ്യൂണിറ്റീസിൽ കാണുന്ന വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിഡേറ്ററാണ് സ്റ്റാർ ഫിഷ്. സോ സ്റ്റാർ ഫിഷ് ഈ അമേരിക്കൻ പസഫിക് കോസ്റ്റ് റോക്കി ഇന്റർടൈഡൽ കമ്മ്യൂണിറ്റീസിൽ കാണുന്ന ഒരു പ്രിഡേറ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിഡേറ്ററാണ് സ്റ്റാർ ഫിഷ്. സോ ഒരു ഫീൽഡ് എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ അവിടെ എല്ലാ സ്റ്റാർ ഫിഷിനെയും റിമൂവ് ചെയ്തു ഈ പറഞ്ഞ ഇന്റർടൈഡൽ ഏരിയയിൽ നിന്ന്. സോ അമേരിക്കൻ പസഫിക് കോസ്റ്റിൻ്റെ ഇന്റർടൈഡൽ ഏരിയയിൽ നിന്ന് അവിടെയുള്ള എല്ലാ സ്റ്റാർ ഫിഷിനെയും റിമൂവ് ചെയ്തു. നമ്മൾ പറഞ്ഞു ആ സ്റ്റാർ ഫിഷ് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു പ്രിഡേറ്റർ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന ആ സ്റ്റാർ ഫിഷിനെ, ആ പ്രിഡേറ്ററിനെ നമ്മൾ അവിടുത്തെ എല്ലാ സ്റ്റാർ ഫിഷിനെയും അല്ലെങ്കിൽ എല്ലാ പ്രിഡേറ്ററിനെയും ആ ഇന്റർടൈഡൽ ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്തപ്പോൾ കണ്ടെത്തിയത് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് പ്രിഡേറ്റർ. ഏതാണ് പ്രിഡേറ്റർ? നമ്മുടെ ഈ സ്റ്റാർ ഫിഷ്. അതിൻ്റെ അഭാവത്തിൽ എന്ത് സംഭവിച്ചു? നമ്പർ ഓഫ് മെനി സ്പീഷീസ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്, ഒരുപാട് ഇൻവെർട്ടിബ്രേറ്റ്സ്, അതായത് പ്രേ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ പ്രിഡേറ്ററിൻ്റെ അഭാവത്തിൽ ആ ഇന്റർടൈഡൽ ഏരിയയിൽ ഒരുപാട് സ്പീഷീസുകൾ അല്ലെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്സ്, പ്രേ സ്പീഷീസുകൾ, ഇൻവെർട്ടിബ്രേറ്റ്സുകൾ എണ്ണം കൂടാൻ തുടങ്ങി. അങ്ങനെ ദാറ്റ് റിസൾട്ടഡ് ഇൻ ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ എമംഗ് ദം. അങ്ങനെ ഈ എണ്ണം കൂടിയ ഈ സ്പീഷീസുകൾ തമ്മിൽ അവിടെ ഉണ്ടായ ആ പ്രേ സ്പീഷീസുകൾ തമ്മിൽ വലിയ കോമ്പറ്റീഷൻ ഉണ്ടായി, ഹൈ കോമ്പറ്റീഷൻ നടക്കാൻ തുടങ്ങി, കോമ്പറ്റീഷൻ എമംഗ് ദം. അതെന്തിലേക്ക് ലീഡ് ചെയ്തു? അത് കാരണം കുറേ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 10 സ്പീഷീസ് ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്, അതായത് പ്രേ പോപ്പുലേഷൻ്റെ 10ഓളം ഇൻവെർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ പ്രേ സ്പീഷീസ് എന്ത് ബിക്കെയിം എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങി, മൊത്തം എക്സ്റ്റിങ്ക്റ്റ് ആയി. വിത്തിൻ എ ഇയർ, ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത്രയധികം പ്രേ സ്പീഷീസിൻ്റെ ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ കാരണം എന്ത് സംഭവിച്ചു? 10ഓളം സ്പീഷീസ് ഓഫ് പ്രേ സ്പീഷീസ് അല്ലെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്സ് അവിടെ നിന്ന് ഒരു വർഷത്തിൽ തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആവാൻ തുടങ്ങി. ഇതാണ് പ്രിഡേറ്ററിൻ്റെ റോള് പറയുന്നത്. സോ പ്രിഡേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം സ്പീഷീസ് ഓഫ് പ്രേ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്സ് അവിടെ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആവുകയില്ലായിരുന്നു. സോ എന്താണ് ചെയ്യുന്നത്? അവർ പ്രിഡേറ്ററുകൾ സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണോ സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രിഡേറ്ററുകൾ സഹായിക്കുന്നു. സോ മെയിൻറ്റെയിൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആര്? പ്രിഡേറ്റർ. എങ്ങനെയാണ്? ഈ പ്രേ സ്പീഷീസ് കോമ്പറ്റ് ചെയ്യുന്ന പ്രേ സ്പീഷീസുകളെ തമ്മിലുള്ള ആ കോമ്പറ്റീഷൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചുകൊണ്ട് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഒരു മിനിമം റൂളിൽ നിലനിർത്താനായിട്ട് പ്രിഡേറ്റേഴ്സ് സഹായിക്കുന്നു. അതിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത് അമേരിക്കൻ പസഫിക് കോസ്റ്റിലുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിഡേറ്റർ ആയിരുന്നു സ്റ്റാർ ഫിഷ്, അവിടുത്തെ റോക്കി ഇന്റർടൈഡൽ കമ്മ്യൂണിറ്റിയിൽ കാണപ്പെടുന്നത്.
സോ ആ റോക്കി ഇൻഡർടൈഡൽ കമ്മ്യൂണിറ്റിയിൽ കാണുന്ന ഈ സ്റ്റാർ ഫിഷിനെ ഒരു ഫീൽഡ് എക്സ്പെരിമെൻറ്റ് പ്രകാരം എല്ലാ സ്റ്റാർ ഫിഷിനെയും, അതായത് ആ പ്രിഡേറ്ററുകളെല്ലാം റിമൂവ് ചെയ്തു, നീക്കം ചെയ്തപ്പോൾ ഈ പ്രിഡേറ്ററിൻ്റെ സ്റ്റാർ ഫിഷ് അഥവാ ഈ പ്രിഡേറ്ററിൻ്റെ അഭാവത്തിൽ അവിടെ ഒരുപാട് സ്പീഷീസുകൾ, ഇൻവെർട്ടിബ്രേറ്റ്സ് അല്ലെങ്കിൽ പ്രേ സ്പീഷീസ് അവിടെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ആ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള പ്രേ സ്പീഷീസുകൾ അല്ലെങ്കിൽ ഇൻവെർട്ടിബ്രേറ്റ്സ് തമ്മിൽ ഹൈലി ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ നടക്കുകയും അതുമൂലം അവിടെ 10ഓളം ഇൻവെർട്ടിബ്രേറ്റ് അല്ലെങ്കിൽ പ്രേ സ്പീഷീസ് ഒരു വർഷം കൊണ്ട് തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആവാനും തുടങ്ങി. സോ പ്രിഡേറ്ററുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് പ്രിഡേറ്ററുകളുടെ റോളുകൾ.